ചക്ക വരട്ടിയുടെ വീഡിയോയാണ്. പക്ഷേ ഞാനിപ്പോൾ ഈ എടുക്കുന്ന ചക്കയില്ലേ, അത് വരട്ടണം എന്നുള്ളൊരു ഉദ്ദേശത്തിലല്ല ഞാൻ എടുത്തത്. ഞങ്ങൾക്ക് കഴിക്കാനൊന്നും ഈ വർഷം ചക്ക ഇപ്പോൾ കഴിക്കാൻ കിട്ടിയില്ല. അതായത് ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. ഞങ്ങളുടെ പ്ലാവിൽ ചക്ക ഉള്ളത് മൂത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഒന്ന് ഇടയ്ക്ക് വീണപ്പോൾ അതിനകത്ത് ഫുള്ള് പുഴുവായിരുന്നു. കണ്ടാലൊക്കെ നല്ലതായിരുന്നു, പക്ഷേ ഫുള്ള് അതിനകത്ത് പുഴുവായതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ ഇനിയുള്ള ചക്കയും ഇങ്ങനെയാണോ എന്ന് പേടിച്ചിട്ട് ഞാൻ പ്ലാവിൻ്റെ ചുവട്ടിൽ നിന്ന് ഒരു ചക്കേനെ അടർത്തി ഒരു 4 ദിവസം വെച്ചിട്ടും അതിന് ഒരു കുലുക്കവും ഇല്ല. അവസാനം സഹികെട്ട് ഞാൻ അതിനെടുത്ത് ഇതുപോലെ തോല് ചെത്തി നോക്കി. അപ്പോൾ ചെറിയ ഒരു പുളിപ്പ് വെച്ചിട്ടുണ്ട്, പക്ഷെ അന്നും കഴിക്കാനുള്ള ഒരു പാകമായില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തത്, ഫുള്ള് തോലൊക്കെ ചെത്തിയതിന് ശേഷം ഞാനൊന്ന് റാപ്പ് ചെയ്തിട്ട് പിന്നെ ഒരു ദിവസം പുറത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസമായപ്പോൾ അത് ഓക്കെ ആയി, പഴുത്തു. അങ്ങനെ അത് എടുക്കുന്നതിന് മുന്നേ നോക്കുമ്പോൾ ഒരു ചക്കയും കൂടെ വീണ്ടും പഴുത്ത് നിൽപ്പുണ്ട് പ്ലാവിൽ. അപ്പോൾ ഈ 2 എണ്ണം കൂടെ നമ്മൾ മഴയൊക്കെയാണ്, കഴിക്കുന്നത് ശരിയാവില്ല, നമുക്ക് മുട്ടൻ പണി തന്നെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് ഇരുന്നാൽ കേടാവും, ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ വരിക്കച്ചക്കയൊക്കെ അറിയാലോ, നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾക്കൊക്കെ ഭയങ്കര സ്മെല്ലായിരിക്കും അതിൻ്റെ. അപ്പോൾ എനിക്ക് അതും ഇഷ്ടമല്ല. കുറച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് നന്നായിട്ട് ടൈറ്റാക്കിയൊക്കെ അടച്ചൊക്കെ വയ്ക്കാം, പക്ഷെ അതും പോസിബിളല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് ചക്കവരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര ടേസ്റ്റായിരുന്നു, ഭയങ്കര മധുരം. സാധാരണ മഴ സമയത്തൊന്നും ഇങ്ങനെ കിട്ടാത്തതാണ്. അത്ര മധുരമൊന്നുമില്ല, വെള്ളം ഇറങ്ങിയിട്ടൊക്കെ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ഇത് നല്ല ചക്കയായിരുന്നു. അങ്ങനെ ഇതെല്ലാം കൂടെയൊക്കെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തു. പിന്നെ ഞാൻ ഇന്നലെ റാപ്പ് ചെയ്ത് വെച്ചിരുന്നില്ലേ, അതും ഒരു കേടുമില്ലായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അതും പഴുത്ത് കിട്ടി. അതിനെയും കൂടെയൊക്കെ എടുത്ത് വൃത്തിയാക്കി. അപ്പോൾ ഇത്രയും ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അരച്ചെടുക്കാൻ തന്നെ കുറച്ച് നേരം, നമുക്ക് മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് അത് ഇളക്കിയൊക്കെയല്ലേ അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പെട്ടെന്ന് അതും കുറേ നേരം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 4 മണിക്കൂറൊക്കെ എടുത്തു ഇതൊക്കെ റെഡിയാക്കി ഒന്ന് ക്ലീനാക്കിയൊക്കെ എടുത്ത് വന്ന് പിന്നെ ഇതൊക്കെ ശരിയാക്കി എടുക്കാൻ ഒത്തിരി നേരം എടുത്തു. ഇതൊക്കെ അരച്ച് വെച്ചതിന് ശേഷം ഞാൻ പിന്നെ ശർക്കര ഒന്ന് പാനി കാച്ചാനായിട്ട് വെച്ചു. അതും ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഇത് പുറത്ത് അടുപ്പിലാണ് ഞാൻ തീ കത്തിച്ചിട്ടാണ്, ഇങ്ങനെ നമ്മൾ വിറകടുപ്പിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് ഈ ഉരുളി ആയതുകൊണ്ട് ഒരുപാട് തീ വേണമെന്നും, അപ്പോൾ ഗ്യാസ് നമുക്ക് മുതലാവില്ല. അപ്പോൾ നെയ്യ് ഏകദേശം 1/2 കിലോ നെയ്യാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം ഏകദേശം ഒരു 250 ഗ്രാം നെയ്യ്, ഇതിപ്പോൾ ഫ്രിഡ്ജിലിരുന്നതുകൊണ്ടാണ് ഇങ്ങനെ കട്ടയായിട്ട് അറിയാൻ പറ്റാത്തത്. അപ്പോൾ അങ്ങനെ നെയ്യ് ഒഴിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഇത്. അവസാനം എൻ്റെ റിസൾട്ട് ഭയങ്കര നല്ലതാണെങ്കിലും നമ്മൾ ഈ പ്രോസസ്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇത് എല്ലാ പ്രാവശ്യം വിചാരിക്കും ഇച്ചിരി നീളമുള്ള ചട്ടുകൊക്കെ മേടിക്കണമെന്ന്, പക്ഷെ അതങ്ങ് മറന്നു പോകും. കാരണം എപ്പോഴും നമ്മളത് ഉപയോഗമില്ലല്ലോ. അങ്ങനെ പിന്നെ ഒന്ന് ഇളക്കി, നെയ്യിലൊക്കെ ഇട്ടൊന്ന് ഇളക്കിയിട്ട് ശർക്കര പാനിയൊക്കെ ഒഴിച്ച് കുറേ നേരം, ഇതിൽ കാണുമ്പോൾ വിചാരിക്കും ഈസിയാണെന്ന്, പക്ഷേ അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴൊന്നും ആരും അങ്ങനെ ഉണ്ടാക്കാറില്ല. ഇച്ചിരി പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലായിരിക്കും ഉണ്ടാക്കിയൊക്കെ എടുക്കുന്നത്. പിന്നെ അതിനിടയ്ക്ക് നല്ല പൊള്ളലും കിട്ടി. തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ ഈ പകുതിയൊക്കെ ആവുമെന്ന് തിളച്ച് തുടങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കും. അത് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ആദ്യം ഒരു ചെറിയൊരു ടവലൊക്കെ വെച്ച് മൂടിയെങ്കിലും ശരിയായില്ല. അതിനിടയ്ക്ക് ഭയങ്കര മഴയും കാറ്റും ഒക്കെ ആയിരുന്നു. എല്ലാ സ്ഥലത്തും അങ്ങനെ ആയിരിക്കും അല്ലേ. ഇതിനിടയ്ക്ക് നമ്മൾ സാധാരണ ചുക്ക് പൊടിയാണ് ഇട്ട് കൊടുക്കാനുള്ളത്. പക്ഷേ എൻ്റെ കയ്യിൽ ചുക്ക് പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇഞ്ചി നീര്, ഒരു ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ നീര് ഞാൻ തിളയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. പിന്നെ ഒരു പൊടി കുഞ്ഞോളം ഉപ്പ് അതിലിട്ട് കൊടുക്കണം. എന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ്. പിന്നെ ഇതിൽ ഏലക്കയുടെ പൊടി ഇട്ട് കൊടുക്കും. ചക്കവരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സാധാരണ ഏലക്കയുടെ പൊടി ഇടണം, പക്ഷെ ഞാനത് ഇടുന്നില്ല. എനിക്കത് അങ്ങോട്ട് ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര നെഞ്ചരിച്ചിലും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്കത് പറ്റൂല. അപ്പോൾ ഇടുന്നവരാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് വീണ്ടും ബാക്കിയുള്ള നെയ്യ്, ഏകദേശം 250ഓളം നെയ്യുണ്ടായിരുന്നു, അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി ഒരു കാരണവശാലും കൈവിടാൻ പറ്റൂല, കാരണം ഇനി അത് തിക്കായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചുവട് കട്ടിയുള്ള ഉരുളിയാണെങ്കിലും നമ്മൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത് നല്ല തിക്കായിട്ട് വരുമ്പോഴേക്കും ചെറുതായിട്ടൊക്കെ അടിയിൽ പിടിച്ച് തുടങ്ങും. അപ്പോൾ ഇത് കണ്ടിന്യൂസ്ലി ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ്. പക്ഷേ അപ്പോൾ ഇതിപ്പോൾ ഒരാളിപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തേ ഇരിക്കുവാണ് ഇതൊന്ന് അടുപ്പിൽ നിന്ന് എടുത്ത ഉടനെ കഴിക്കാനായിട്ട്. ഇതിനിടയ്ക്ക് തന്നെ വന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഞാൻ കൊടുത്തില്ല. ഇതിന് ഒന്ന് റെഡി ആവട്ടെ എന്ന് വിചാരിച്ചു. ഇത് പാകമാവുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ഈ ചട്ടുകം പോകുന്ന വഴിയെ നമ്മുടെ ഉരുളി കാണാൻ പറ്റും അടിവശം.
വിട്ട് വിട്ട് ഇങ്ങനെ വരും. അപ്പോൾ മനസ്സിലാവും നമുക്ക് ഓക്കെ ആയി. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാനിത് റെഡിയായപ്പോൾ ഇത് മാറ്റി ഉടനെ ഇവിടെ എൻ്റെ ടെസ്റ്റർ റെഡിയായിട്ട് നിൽപ്പുണ്ട്. ആൾക്ക് എടുത്ത് കൊടുത്ത് അവൾ പറയണം, അവൾക്ക് എന്ത് സാധനം ഞാനിവിടെ ഉണ്ടാക്കിയാലും അവളാണ് എൻ്റെ ടെസ്റ്റർ. അപ്പോൾ ഇപ്പോൾ കഴിച്ചിട്ട് അവൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ ആണത്, പിന്നെ ഒന്നും നോക്കണ്ട. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയ കുപ്പികളിലോ എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രങ്ങളിലൊക്കെ സ്റ്റോർ ചെയ്യാം. ഒരുപാട് നാൾ നമുക്ക് ഉപയോഗിക്കാം. ഇനി എത്രയൊക്കെ നമ്മൾ നന്നായിട്ടൊക്കെ വെച്ചെന്ന് പറഞ്ഞാലും ഇത് എടുക്കുന്ന സമയത്ത് നനവുള്ള സ്പൂണൊന്നും ഇട്ട് എടുക്കരുത്. അപ്പോൾ അത് പൂപ്പലുണ്ടാവും. പിന്നെ ഞാനിങ്ങനെ ചെറിയ കുപ്പികളിലാക്കി വെച്ചിരിക്കുന്നത് എനിക്ക് കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് കൊടുക്കാനാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ വീഡിയോ.